നമുക്ക് നല്ല ചെമ്മീൻ നല്ല കുടംപുള്ളി ഇട്ട് നല്ല കിടിലനായിട്ട് തേങ്ങാപ്പാലിൽ വെച്ചാലോ? വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ശ്രുതിയാണ്. അപ്പം നമ്മളിന്ന് ചെമ്മീൻ തേങ്ങാപ്പാലിൽ എങ്ങനെ കറി വയ്ക്കാം, അല്ലെങ്കിൽ ചെമ്മീൻ കറിയാണ് കാണാൻ പോണത് കേട്ടോ. ഇതെൻ്റെ അമ്മയുടെ സ്പെഷ്യൽ റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് 1/2 കിലോ ചെമ്മീനാണിത്. പക്ഷെ അതിൻ്റെ തലയും വാലൊക്കെ കളഞ്ഞപ്പോൾ 1/2 കിലോ ഒന്നും ഇല്ല. പിന്നെ നമുക്ക് വേണ്ടത് ചുമന്നുള്ളി, ഒരു 10-15 ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 6 പച്ചമുളക് നെടുവേ കീറി എടുത്തിട്ടുണ്ട്. പിന്നെ മീഡിയം സൈസ് ഇഞ്ചി ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചമുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് കുടംപുളിയാണ്. കുടംപുളി ഒരു 3 എണ്ണമാണ് ഇപ്പോൾ എടുത്തത്. പിന്നെ നമ്മൾ ഒരു അരമുറി തേങ്ങാപ്പാല്, ഒരു 1.25 ഗ്ലാസ് വെള്ളത്തിൽ ഒറ്റടി, 1-ാം പാല് 2-ാം പാലിനൊന്നുമില്ല, ഒരൊറ്റ പാൽ എടുത്തിട്ടുള്ളൂ. 1.25 ഗ്ലാസ് വെള്ളത്തിൽ പിഴിഞ്ഞെടുത്തിട്ടുള്ള തേങ്ങാപ്പാലാണത്. പിന്നെ ഇത് കൂടാണ്ട് നമുക്ക് വേണ്ടത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ താളിക്കാനായിട്ട് വീണ്ടും ചുവന്നുള്ളി, കറിവേപ്പിലയാണ് വേണ്ടത്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ മതി. അപ്പോൾ അടിപൊളി നല്ല ചെമ്മീൻ കറി ഉണ്ടാക്കാം നമുക്കല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. തുടങ്ങാനായിട്ട് ഞാനിവിടെ ഒരു 2.5 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം ഒന്ന് ജസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടേ ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇന്ന് ജസ്റ്റ് ഒന്ന് കറക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇത് അല്ല ഡയറക്റ്റ് ആയിട്ടിട്ട് ഇങ്ങനെ കട്ട കുത്തിയോളം കിടക്കും. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് ജസ്റ്റ് ചെറിയ ജാറിൽ എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് അടിക്കണം. അപ്പോൾ അത് അടിക്കാം. ചെമ്മീൻ കറി ഉണ്ടാക്കാൻ തുടങ്ങാം അല്ലേ. അപ്പോൾ ചെമ്മീൻ കറി ഉണ്ടാക്കണതിനേക്കാൾ മുമ്പ് ഈ ചെമ്മീൻ ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ എല്ലാം കൂടി ഒന്ന് അടിച്ചില്ലേ, എന്താ പേസ്റ്റ് പോലെ ആക്കി എടുത്തിട്ടുണ്ട്. എല്ലാ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചട്ടിയിലേക്ക് ഇതിൻ്റെ ഒപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ച് അത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി എന്നിട്ട് ഈ വെള്ളം നന്നായിട്ട് തിളക്കട്ടെ കേട്ടാ. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമ്മൾ ചൂടുവെള്ളം ഇട്ട് ഒഴിച്ചത്, അതുകൊണ്ട് വേഗമായി. ഇനിയിപ്പോ നമുക്ക് ഇതിലേക്ക് നമ്മുടെ ചെമ്മീൻ ഇട്ട് കൊടുക്കാം കേട്ടാ. അപ്പോൾ നമ്മൾ ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചെമ്മീൻ നന്നായിട്ട് കിടന്നിട്ടേ നന്നായിട്ട് വേവട്ടെ കേട്ടാ. അത് വെന്ത് വരുമ്പോൾ കുറച്ചാവുമ്പോൾ ഒരു പകുതിയൊക്കെ ആവുമ്പോൾ നമുക്ക് കുടംപുളി ഇട്ട് കൊടുക്കാം. ഓക്കെ, നമ്മുടെ ചെമ്മീൻ ഒരു പകുതി വേവായിട്ടുണ്ട്. അപ്പം നമുക്ക് കുടംപുളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് കിടന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ ഒന്നുകൂടെ. ഓക്കെ, നമ്മുടെ ചെമ്മീൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ നോക്കി നന്നായിട്ട് വറ്റിയിട്ട് നല്ല കുറുകി വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളിട്ട കുടംപുളി ഇല്ലേ, അതിന്റെ പുളിയൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തൊരു സംഭവം കൂടി ചെയ്യാം. വേറൊരു പാൻ വെക്കുക. അതുപോലെ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പൊ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഈ ചുമന്നുള്ളി ജസ്റ്റ് ഒന്ന് കുത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള മുളകും ഇഞ്ചിയും ഒക്കെ ഇതിലേക്ക് ഇടാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയിട്ട് വഴറ്റിയെടുക്കാം. വെളിച്ചെണ്ണ തന്നെ എടുക്കണം കേട്ടോ. നമ്മുടെ ഇത് നാടൻ കറിയാണ്, നാടൻ ചെമ്മീൻ കറിയാണ്. അപ്പോൾ വെളിച്ചെണ്ണ, മൺചട്ടി ഇതുപോലത്തെ ഐറ്റംസ് ഒക്കെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടെ. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴന്ന് വരട്ടെ. ഇത് നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. 2-3 മിനിറ്റ് എടുത്ത് വഴറ്റി അതിൻ്റെ ഒരു പച്ചക്കുത്തില്ലേ, ആ പച്ചക്കുത്തൊന്ന് മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ നമ്മുടെ ചെമ്മീൻ കറിയിലേക്ക് ഒഴിക്കാം. ഒഴിക്കാട്ടാ.
വെളിച്ചെണ്ണയോട് കൂടി ഒഴിക്കാം. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കിടന്ന് കുറച്ചുകൂടി ഒന്നൊന്ന് കിടക്കട്ടെ കുറച്ച് നേരം. എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നന്നായിട്ട്. ഇത് മതി. ഇനി നമുക്ക് ഇതിലേക്ക് നാളികേരപ്പാൽ ഒഴിക്കാം. ഒരു കാര്യം, ഇപ്പോൾ നാളികേരപ്പാലോ നാളികേരം അങ്ങനത്തെ ഒന്നും സാധനങ്ങളോട് വലിയ താല്പര്യമില്ലാത്തവർക്ക് ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഓഫ് ചെയ്ത് കറി ഫിനിഷ് ചെയ്യാം കേട്ടോ. കാരണം അങ്ങനെ എടുക്കാം. ഇതും നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കണത്. ഞാനതിൽ പാൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാൽ ഒഴിക്കാം. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, നമ്മുടെ ഫാമിലി ഭയങ്കര ചെറിയൊരു ഫാമിലിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 1/2 കിലോ ചെമ്മീനും അതുപോലെ തന്നെ 1/2 മുറി തേങ്ങാപ്പാലും എടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങളുടെയൊക്കെ വീട്ടിലുള്ള ആൾക്കാരുടെ അംഗസംഖ്യ അനുസരിച്ചിട്ട് ചെമ്മീൻ്റെ 1 കിലോ 1.5 കിലോ 2 കിലോ ഒക്കെ ചെമ്മീൻ എടുക്കുക. അതുപോലെ തന്നെ 1 മുറി നാളികേരം അല്ലെങ്കിൽ 1 തേങ്ങ അങ്ങനെ ഫുള്ളായിട്ട് എടുക്കാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഫാമിലിയുടെ ആൾക്കാരുടെ അനുസരിച്ച് മാറ്റിക്കൊണ്ടിരിക്കുക. ഇതിപ്പോൾ നമ്മൾക്ക് ചെറിയൊരു ഫാമിലിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര അളവ് പറഞ്ഞത് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഈ നാളികേരപ്പാൽ ഒഴിച്ചെടുക്കാം. തീ നന്നായിട്ട് കുറച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നാളികേരപ്പാൽ ഒഴിക്കാം. അപ്പൊ ജസ്റ്റ് ഒരു തട വന്നപ്പോൾ നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോ നമ്മൾ 1-ാം പാല് 2-ാം പാല് കട്ടി തേങ്ങാപ്പാലൊന്നും ഒഴിക്കാത്ത കാരണം ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചെന്ന് വെച്ചാൽ കുഴപ്പമില്ല. അപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ താളിക്കാം. ഓക്കെ, ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 4 ചുവന്നുള്ളി ഞാൻ വട്ടത്തിൽ അരിഞ്ഞത് ഈ എണ്ണ ചൂടാകുമ്പോൾ ഇട്ട് കൊടുക്കാൻ പോകണം കേട്ടോ. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ വട്ടത്തിൽ അരിഞ്ഞ ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയ വേപ്പിലയും കൂടി ഇടാം. ഇനി നമുക്ക് ഈ താളിച്ചതിനെ ഇതിലേക്ക് ഇടാം കേട്ടോ. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ചിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കുടംപുളി ഇട്ട തേങ്ങാപ്പാലിൽ എടുത്ത നല്ല കിടിലൻ ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. ഇത് എൻ്റെ അമ്മയുടെ റെസിപ്പിയിൽ വരുന്ന റെസിപ്പികളിൽ ഒന്നാണിത്. അമ്മേനെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അമ്മേ മിസ് യു. അപ്പോൾ ഈ എപ്പിസോഡ് ഞാൻ അമ്മയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. നല്ല അടിപൊളിയാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി തീരും. പിന്നെ ഞാൻ ആ ചെമ്മീൻ്റെ ബാക്കി അതിൻ്റെ തലയില്ലേ ഞാനിവിടെ നിൽക്കി ഫ്രൈ പോലെ ആക്കിയിട്ടുണ്ട്. ജസ്റ്റ് ഫ്രൈ ആക്കി. അതും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ചാനലെന്ന് പറഞ്ഞാൽ ഫുഡ്, ഫാഷൻ, ട്രാവൽ റിലേറ്റഡ് വീഡിയോസ് ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. അപ്പോൾ എല്ലാ ആഴ്ചയിലും ഈ ഫുഡ്, കുക്കിംഗ്, മേക്കപ്പ്, അതുപോലെ തന്നെ ട്രാവൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരും. അപ്പോൾ ആദ്യമായിട്ടാണ് വരുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ബാക്കിലുള്ള വീഡിയോസൊക്കെ ഒന്ന് കാണുക. ഇഷ്ടമായെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ സപ്പോർട്ട് ചെയ്യണം. ഞാൻ കൂടുതൽ വാചകം അടിച്ച് നിങ്ങളെ വെറുപ്പിക്കണില്ല. അപ്പോൾ ഓക്കെ, അടുത്ത ആഴ്ച അടുത്ത ഫുഡ്, ഫാഷൻ, ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരയ്ക്കും കാണാം. നമുക്ക് പോയിട്ട് വരട്ടെ. ശരി, ബൈ.